ഗ്രീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. അതിനായിട്ട് ഞാനിവിടെ 5 പീസ് നെയ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി മസാല മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം, എരിവ് അനുസരിച്ച്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഒത്തിരി ലൂസാവാൻ പാടില്ല, എങ്കിൽ മസാലയൊന്നും മീനിൽ പിടിക്കത്തില്ല. ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇനി ഈ മസാല യൂസ് ചെയ്ത് നമുക്ക് മീന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഫിഷിൽ മസാല കൊണ്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ പോർഷനിലേക്കും മസാല പിടിക്കത്തക്ക വിധത്തിൽ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഫിഷ് ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് 1 അവർ കഴിഞ്ഞു. നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഇടും മുമ്പ് ഫിഷിൽ പീസസ് എടുത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഓയിലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. ഒരിക്കലും വറുക്കുന്നതിന് തൊട്ട് മുന്നേ മീനിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, എങ്കിൽ അത് മീനിലേക്ക് പിടിക്കത്തില്ല. അപ്പോൾ ഭയങ്കര ഉപ്പായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് മീനിൽ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഓയിലിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ മസാല മാത്രം കരിഞ്ഞു പോകും, ഫിഷ് കുക്കാവത്തില്ല. ഫിഷ് ഫ്രൈ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫിഷ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഞാനിനി ഇത് കോരിയെടുക്കുകയാണ്. ഞാനിതിലേക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഇത് കോരിയെടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്മീൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.